Hi, welcome to Lash Class. പൊളിറ്റിക്കൽ ഐഡിയാസ് കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയോളജീസിലെ നാലാമത്തെ മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ലിബറലിസം എന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പുരാതന ഗ്രീക്ക് ചിന്തകർ മുതൽ നിലവിലുള്ള ആശയം. പുരാതന ഗ്രീക്ക് ചിന്തകർ നമുക്കറിയാം, ഈ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. അവരുടെ കാലം മുതൽ ലിബറലിസം എന്നുള്ളൊരു ആശയം നിലവിലുണ്ട്. നമ്മൾക്ക് നേരത്തെ കണ്ട ഇൻഡിവിജ്വലിസം, അതുപോലെ ഇനി വരാനുള്ള മാർക്സിസം, ഫാസിസം, ഗാന്ധിസം തുടങ്ങിയിട്ടുള്ളതൊക്കെ 19-20 നൂറ്റാണ്ടുകളിലാണ് രൂപപ്പെട്ടു വരുന്നത്. പക്ഷെ അതിനെയൊക്കെ അപേക്ഷിച്ചിട്ട് വളരെ മുൻപ് തന്നെ നിലവിലുള്ള ഒരു ആശയമാണ് ലിബറലിസം. രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം എന്നിവയാണ് അടിസ്ഥാനം. ലിബറലിസത്തിന്റെ അടിസ്ഥാനം സ്വാതന്ത്ര്യം തന്നെയാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ജനാധിപത്യവും തുടങ്ങിയിട്ടുള്ള ആശയങ്ങളാണ്. ചിന്താ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് തോട്ടാണ്, അതായത് ആളുകൾക്ക് അഭിപ്രായം പറയാനും മറ്റൊക്കെയുള്ള സ്വാതന്ത്ര്യം. ഇതിന് പുറമെ നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ ലിബർട്ടി എന്നുള്ളൊരു ആശയത്തെ കുറിച്ചിട്ട് പഠിച്ചിരുന്നു. അതിൽ നമ്മൾ സോഷ്യൽ ലിബർട്ടി, എക്കണോമിക് ലിബർട്ടി എന്നുള്ള പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഏറെക്കുറെ അതിൻ്റെ ഒരു സംയുക്തമായിട്ടുള്ള രൂപം എന്നുള്ള രീതിയിലാണ് ലിബറലിസം വരുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ ചിന്താഗതി. അപ്പോൾ ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയത്തിൽ തന്നെയാണ് ഈ ലിബറലിസം മുൻതൂക്കം കൊടുക്കുന്നത് അല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തുന്നത്. കാലഹരണപ്പെട്ട ആചാരങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നുമുള്ള മോചനം. അപ്പോൾ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേവലം വോട്ട് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് മാത്രമല്ല, യുക്തിപൂർവമായിട്ടുള്ള ചിന്താഗതി, അതുപോലെ തന്നെ ഈ ആചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു മോചനം, അതിൽ നിന്നുകൂടിയുള്ള ഒരു സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ ഒരു മതേതരമായിട്ടുള്ള കാഴ്ചപ്പാടായിട്ടാണ് ലിബറലിസം അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ കാലഹരണപ്പെട്ട ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിൽ ഇതുപോലെ തൊട്ടുകൂടായ്മ, അതുപോലെ അയിത്തം, അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് അവരെ തൊടാൻ പാടില്ല അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുക തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. അത്തരത്തിലുള്ള കാലഹരണപ്പെട്ടിട്ടുള്ള ആചാരങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും കൂടിയുള്ള ഒരു സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിലാണ് ലിബറലിസം അവതരിപ്പിക്കപ്പെടുന്നത്. പിന്നെ ജനാധിപത്യം, അധികാര വികേന്ദ്രീകരണം തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ. ജനാധിപത്യം നമ്മൾ പറയുകയുണ്ടായി, എല്ലാവർക്കും വോട്ടവകാശം, അതുപോലെ തന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ. അതുകൂടാതെ അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത് എല്ലാ അധികാരവും ഒരാളിൽ തന്നെ കേന്ദ്രീകരിക്കാതെ നമുക്കറിയാം ബ്യൂറോക്രസി, ജുഡീഷ്യറി, അതുപോലെ തന്നെ സ്റ്റേറ്റ്, സെൻട്രൽ, അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെന്റുകൾ എന്നുള്ള രീതിയിൽ അധികാരം ഒരാൾ തന്നെ കേന്ദ്രീകരിക്കാത്ത തരത്തിലുള്ള വികേന്ദ്രീകരണം തുടങ്ങിയിട്ടുള്ള ആശയങ്ങളാണ് ലിബറലിസത്തിൽ വരുന്നത്. ഇനി ലിബർട്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത് പോലെ നെഗറ്റീവ്, പോസിറ്റീവ് എന്ന തരത്തിൽ രണ്ട് രീതിയിൽ ലിബറലിസം വരുന്നുണ്ട്. നെഗറ്റീവ് ലിബറലിസത്തിൽ വരുന്നത് ഭരണകൂടത്തിന്റെ ഇടപെടൽ വളരെ കുറവ്. നമ്മൾ നേരത്തെ ഇൻഡിവിജ്വലിസത്തിലും കണ്ടതാണ്. അതായത് പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ള രീതിയിൽ ഇടപെടൽ മാത്രമാണ് ഭരണകൂടത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പോസിറ്റീവ് ലിബറലിസത്തിൽ പക്ഷേ സാമ്പത്തിക സാമൂഹിക മേഖലയിൽ ഭരണകൂടത്തിന്റെ കൂടുതൽ നിയന്ത്രണം വേണമെന്നുള്ള ഒരു ആവശ്യമാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ കരിഞ്ചന്ത എന്നുള്ളൊരു സങ്കല്പത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പച്ചക്കറിയോ അതുപോലെ മറ്റു സാധനങ്ങളൊക്കെ പൂഴ്ത്തി വെച്ചുകൊണ്ട് ക്ഷാമം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ വില കൂടും എന്നൊക്കെ നമുക്കറിയാമല്ലോ. നെഗറ്റീവ് ലിബറലിസത്തിൽ പറയുന്നത് അവരുണ്ടാക്കിയിട്ടുള്ള ഈ വസ്തുക്കൾ, ധാന്യമായിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ, അത് എടുത്തു വയ്ക്കണോ, വിൽക്കണോ, എപ്പോൾ വിൽക്കണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ്, അതിന് സർക്കാർ ഇടപെടേണ്ട എന്നുള്ള തരത്തിലുള്ള അഭിപ്രായമാണ് നെഗറ്റീവ് ലിബറലിസത്തിൽ വരുന്നത്. എന്നാൽ പോസിറ്റീവ് ലിബറലിസത്തിൽ പറയുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വിലക്കയറ്റം, അതുപോലെ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ കാരണമാവും. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ, ഈ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള മേഖലകളിൽ ഭരണകൂടം ഇടപെടണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വാദഗതിയാണ് പോസിറ്റീവ് ലിബറലിസത്തിൽ വരുന്നത്. ഇനി ലിബറലിസത്തിനെ ക്ലാസിക്കൽ ലിബറലിസം, മോഡേൺ ലിബറലിസം എന്ന് രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ക്ലാസിക്കൽ ലിബറലിസം ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ലിബറലിസമാണ്. അത് ലിബറൽ ഇൻഡിവിജ്വലിസം എന്നും അറിയപ്പെടുന്നു. ഇൻഡിവിജ്വലിസം നമുക്കറിയാം, ഭരണകൂടം പരമാവധി വ്യക്തികളുടെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറയുന്ന ആശയമാണ്. അതുതന്നെയാണ് ക്ലാസിക്കൽ ലിബറലിസത്തിലും വരുന്നത്. ഭരണകൂടത്തിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണം, സുരക്ഷ ഉറപ്പുവരുത്തൽ മാത്രമാണ് ഭരണകൂടത്തിന്റെ ചുമതല എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഗവൺമെന്റ് ഇടപെടേണ്ടതില്ല, ആളുകൾക്ക് സുരക്ഷ കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഗവൺമെന്റ് ചെയ്യേണ്ടതുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് എന്നുള്ള ഒരു വാദഗതിയാണ് ക്ലാസിക്കൽ ലിബറലിസത്തിൽ വരുന്നത്. ഇനി മോഡേൺ ലിബറലിസം
ക്ലാസിക്കൽ ലിബറലിസത്തിന് ആളുകളിൽ പിന്തുണ നഷ്ടപ്പെട്ടത് കൊണ്ട് രൂപപ്പെട്ടു വന്നിട്ടൊരു സാഹചര്യമാണ്. നമ്മൾ നേരത്തെ ഇൻഡിവിജ്വലിസത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇതേ ഒരു കാര്യത്തെ പറഞ്ഞിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോട് കൂടിയിട്ട് ഈ ക്ലാസിക്കൽ ലിബറലിസം അതുപോലെ ഇൻഡിവിജ്വലിസം തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾക്ക് പിന്തുണ നഷ്ടപ്പെട്ടു. പ്രധാനമായിട്ടും അതിന് കാരണം അവർ പറഞ്ഞിരുന്നത് ഈ ഭരണകൂടം സാമ്പത്തിക കാര്യങ്ങളിലും സാമൂഹിക കാര്യങ്ങളിലും ഇടപെട്ടില്ലെങ്കിൽ അത് നല്ലതാണ് ഉണ്ടാവുക എന്നാണ്. പക്ഷെ അനുഭവത്തിൽ വന്നപ്പോൾ മുതലാളിത്തം വന്നതിന് ശേഷം കടുത്ത സാമ്പത്തിക അസമത്വവും അതുപോലെ ദാരിദ്ര്യവും ഒക്കെ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് വരുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ ഒരു വാദഗതിക്ക് പിന്തുണ നഷ്ടപ്പെടുന്നത്. പിന്നെ മാർക്സിസം, സോഷ്യലിസം എന്നീ ആശയങ്ങളുടെ സ്വാധീനം. ആ കാലഘട്ടത്തിൽ പിന്നെ വരുന്ന മാർക്സിസം, സോഷ്യലിസം, അതായത് ഒരു സാമ്പത്തിക സമത്വം തുടങ്ങിയിട്ടുള്ള ചൂഷണത്തിനെതിരായിട്ടുള്ള ആശയങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഒരു സ്വാധീനം കൂടി മോഡേൺ ലിബറലിസത്തിനകത്തുണ്ട്. പക്ഷെ ജനാധിപത്യത്തിലും സ്വാതന്ത്ര്യത്തിലും തന്നെയാണ് അടിസ്ഥാനം. നമുക്കറിയാം മാർക്സിസം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലല്ല അടിസ്ഥാനപ്പെടുത്തുന്നത്, വിപ്ലവത്തിലാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്. പക്ഷെ മോഡേൺ ലിബറലിസം അതിലെ ഈ ഒരു സമത്വം എന്നുള്ള ഒരു ആശയം അവർ അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ജനാധിപത്യത്തിലും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിലും തന്നെയാണ് അവരുടെ അടിസ്ഥാനം വരുന്നത്. എന്നാൽ ഭരണകൂട നിയന്ത്രണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുന്നു. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി വില നിയന്ത്രണം, അതുപോലെ തന്നെ ഈ സാമൂഹ്യ സുരക്ഷ. ഇപ്പോൾ മുതിർന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് അവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ, സംവരണങ്ങൾ, പെൻഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ആവശ്യമാണ് എന്നുള്ള കാര്യം ഇവർ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ മോഡേൺ ലിബറലിസത്തിന്റെ പ്രധാനമായിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ ഇടപെടൽ സുതാര്യമാകണം. അതായത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ആളുകൾക്ക് അറിയാൻ പറ്റണം. നമുക്ക് വിവരാവകാശ നിയമം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാലോ. ആ രീതിയിൽ ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും സുതാര്യമായിരിക്കണം. ആരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആ വിവരം അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ആശയം മോഡേൺ ലിബറലിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തിന്റെ മേൽ നിയന്ത്രണം പാടില്ല. ഇപ്പൊ ജനാധിപത്യത്തിൽ ഇവർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പാർലമെന്റിനകത്ത് ഭൂരിപക്ഷം ഉണ്ടെന്ന് കരുതിയിട്ട് അവരെന്തും നടപ്പിലാക്കാം എന്നുള്ള സാഹചര്യം ഉണ്ടാവരുത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, വസ്ത്രധാരണത്തെ സംബന്ധിച്ചിട്ട് അതുപോലെ ഭക്ഷണത്തെ സംബന്ധിച്ചിട്ട് ഇന്ന ഭക്ഷണം കഴിക്കാവുന്നത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ നാട്ടിൽ വിവാദങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ആ രീതിയിൽ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷം ഉണ്ടെന്ന് കരുതിയിട്ട് അതിനോട് യോജിപ്പില്ലാത്ത ആളുകൾ കൂടി അവർ പറയുന്ന പോലെ ജീവിക്കണം എന്നുള്ളൊരു സാഹചര്യത്തെ മോഡേൺ ലിബറലിസം അംഗീകരിക്കുന്നില്ല. അതൊക്കെ ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വാദഗതിയാണ് മോഡേൺ ലിബറലിസത്തിൽ വരുന്നത്. ഇതുകൂടാതെ പ്രധാന വ്യവസായങ്ങൾ ഭരണകൂട ഉടമസ്ഥതയിലാകണം. ഇത് വളരെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഭൂമി, വനം, അതുപോലെ തന്നെ പുഴകള്, കടല്, ഇതിന്റെയൊക്കെ ഉടമസ്ഥത ആർക്കാണ് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ മോഡേൺ ലിബറലിസത്തിൽ പറയുന്നത് എല്ലാ ജനങ്ങളുടെയും ഉടമസ്ഥതയിലാണ് ഇത് ഉണ്ടാവേണ്ടത്. അത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സ്വർണ്ണ ഖനികൾ, അതുപോലെ തന്നെ ഈ കൽക്കരി ഖനികൾ, അതുപോലെ തന്നെ പെട്രോളിയം ഖനികൾ, അതൊക്കെ നമ്മുടെ നാട്ടിലെ ഭൂമിയിൽ നിന്ന് വരുന്നതാണ്. അതൊന്നും സ്വകാര്യ വ്യക്തികൾക്ക് വ്യവസായം ചെയ്യാൻ കൊടുക്കാൻ പാടില്ല. അതെല്ലാം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. അത് എല്ലാ പൗരന്മാർക്കും അവകാശമുള്ളതാണ്. ആ രീതിയിൽ പ്രധാനപ്പെട്ടിട്ടുള്ള വ്യവസായങ്ങൾ, ഇതുകൂടാതെ ഈ വൈദ്യുതി, നമുക്കറിയാം പുഴകളും അണക്കെട്ടുകളൊക്കെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി സാധിക്കില്ല, അത് എല്ലാവരുടെയും ആണ്. അപ്പൊ അതിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖനനം, അങ്ങനെയുള്ള പ്രധാന മേഖലകൾ, പിന്നെ ബാങ്കിങ് മേഖല. കാരണം നമുക്കറിയാം റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ് ഈ കറൻസി അതുപോലെ തന്നെ ഈ പണം പുറത്തിറക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്കിങ് ഒക്കെ ഈ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാതെ അത് ഗവൺമെന്റ് കൈകാര്യം ചെയ്യണം തുടങ്ങിയിട്ടുള്ള പ്രധാന വ്യവസായങ്ങൾ ഭരണകൂട ഉടമസ്ഥയിലാകണം എന്നുള്ളതാണ് മോഡേൺ ലിബറലിസത്തിന്റെ മറ്റൊരു ആശയം വരുന്നത്. പിന്നെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ഭരണകൂട ഇടപെടൽ വേണം. നമുക്കറിയാം സാർവത്രികമായിട്ട് സൗജന്യ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആരോഗ്യ സേവനവും എല്ലാം നൽകണം എന്നുള്ള രീതിയിലാണ് മോഡേൺ ലിബറലിസത്തിൽ പറയുന്നത്. ഇത്രയാണ് നമുക്ക് ലിബറലിസവുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്